ഒരു പ്രസ്ഥാനമായി കോൺഗ്രസും UDF-ഉം കണ്ണൂർ ജില്ലയിൽ മാറിയപ്പോ നിങ്ങളുടെ സ്ഥിതി എന്ത് എന്ന് CPM ഒന്ന് ആലോചിക്കണം. നിങ്ങളുടെ സാഹചര്യം എന്താ? നിങ്ങളുടെ ജില്ലാ നേതാവ്, ജില്ലാ സെക്രട്ടറി CP ജയരാജൻ ലീവിലാണത്രേ. കേന്ദ്ര സർക്കാർ സർവീസിലാണ് ജോലി. അദ്ദേഹം ലീഗിന് അപേക്ഷിച്ചു. ലോക്കൽ കമ്മിറ്റി മേലത്തെ ഓഫീസർക്ക്, ഏരിയ ഓഫീസർക്ക് കൊടുത്തു. ഏരിയ ഓഫീസർ ജില്ലാ ഓഫീസർക്ക് കൊടുത്തു. ജില്ലാ ഓഫീസർ സംസ്ഥാന ഓഫീസർക്ക് കൊടുത്തു. അദ്ദേഹത്തിന് ലീവ് സാങ്ഷൻ ചെയ്തു. അദ്ദേഹം ഇപ്പോ അജ്ഞാതമായ സ്ഥലത്താണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അദ്ദേഹം ജനത്തെ കണ്ടിട്ടില്ല, പാർട്ടിക്കാരെ കണ്ടിട്ടില്ല, വക്കീലിനെ പോലും കണ്ടിട്ടില്ല. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ എന്ന വ്യാജേന ഏതോ മുറിക്കകത്ത് താമസിച്ച് കാണാൻ പോയ വക്കീലിനെ പോലും കാണാൻ അനുവദിക്കാതെ ഹൃദയ ശസ്ത്രക്രിയക്ക് വിധേയനായി എന്ന് കാപട്യം പറഞ്ഞ്, കളവ് പറഞ്ഞ്, നുണ പറഞ്ഞ്, ഒരു കള്ളക്കള മെലിഞ്ഞെടുത്ത് ഒരു ചികിത്സയ്ക്കും വിധേയനാകാതെ ലീവെടുത്ത് ഇന്ന് ആരും കാണാൻ സാധിക്കാത്ത അദൃശ്യമായൊരു മേഖലയിലേക്ക് താമസം മാറ്റിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നറിയാമോ? അദ്ദേഹം ഉപ്പ് സത്യാഗ്രഹത്തിന് പോയിട്ട് അദ്ദേഹം ശിക്ഷിക്കാൻ പോകുന്നു. പോലീസ് പിടിക്കാൻ വരികയാണ് അദ്ദേഹം. ജയരാജന്റെ പ്രസംഗമൊക്കെ എന്താണ്? മാനുഷിക സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന വാക്കുകൾ. സമാധാനപ്രിയനായ ജയരാജൻ, ഒരാളെ നോക്കി വേദനിപ്പിക്കാൻ പോലും മനസ്സില്ലാത്ത നേതാവ്. അദ്ദേഹം സാന്ത്വന പരിപാലനം, യോഗ, പച്ചക്കറി, ഇതൊക്കെയായി അദ്ദേഹം ഈ രാജ്യത്തെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്ത് അങ്ങനെ വിരാജിക്കുകയാണ്. അദ്ദേഹം ഒളിവിലാണ് എന്ന് ഈ രാജ്യത്തിലെ CPM-കാരൻ അറിയണം. ഒരാളല്ല, പയ്യന്നൂർ ഏരിയ സെക്രട്ടറി മധുസൂദനൻ, അദ്ദേഹവും ലീവിന് അപേക്ഷിച്ചിരിക്കുന്നു. അദ്ദേഹത്തിനും ലീവ് സാങ്ഷനാക്കിയിരിക്കുന്നു. അദ്ദേഹവും മാറി താമസിക്കുന്നു. പോലീസിന്റെ കൺവട്ടത്തിൽ നിന്ന്, ജനസമക്ഷത്തിൽ നിന്ന് ഏതോ ഈ രാജ്യത്തെ തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളായ നിങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ നടന്നു വരാൻ സാധിക്കാത്ത വിധം ഭീകരവും ഭീകരവുമായ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി ജനങ്ങളിൽ നിന്ന് ഒഴിച്ചു മാറി താമസിക്കേണ്ട ഗതികളിലേക്ക് നിങ്ങളുടെ പാർട്ടി നേതൃത്വം എത്തി എന്ന് മനസ്സിലാക്കാനെങ്കിലും CPM-ന്റെ സാധാരണക്കാരായ ആളുകൾക്ക് സാധിക്കണം. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വെള്ളത്തിലെ മത്സ്യം പോലെയാകണമെന്ന മാർക്സ് പറഞ്ഞു. എവിടെയും എങ്ങനെയും പോകാൻ സാധിക്കുന്ന ജനപിന്തുണ, ജനമാണ് കരുത്തത് കമ്മ്യൂണിസ്റ്റുകാരന്റെ കരുത്ത്. ആ ജനമധ്യത്തിൽ ഇറങ്ങാൻ സാധിക്കാത്ത നേതാവായി നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി മാറി എന്ന് പറയുമ്പോ നിങ്ങളുടെ പ്രസ്ഥാനം എവിടെയെന്ന് നിങ്ങൾ പരിശോധിക്കും. എത്രയോ കാലമായി ഞങ്ങൾ ഇവിടെ പറയുന്നു, ഈ കേസിൽ പ്രതിയാകേണ്ടുന്നാണ്. പോലീസിനെ സ്വാധീനിച്ച്, പോലീസിന് വഴിവിട്ട് പോലീസിന്റെ സഹായം കിട്ടി രക്ഷപ്പെട്ട് നടക്കുന്ന ജയരാജ് ഇപ്പോ മനോജ് വധക്കേസിൽ പ്രതിയായി ബുക്ക് ചെയ്തിരിക്കുന്നു CBI. പയ്യന്നൂരിൽ കഴിഞ്ഞ 10-40 ദിവസമായ ഒരു സമരം നടക്കുന്നു. ആ സമരം ഹക്കിം കേസിന്റെ പ്രതികളെ, ഹക്കിം കൊലയുടെ പ്രതികളെ കണ്ടുപിടിക്കാൻ കേസ് CBI-ക്ക് കൊടുക്കണമെന്നാവശ്യപ്പെട്ട് CPM ജില്ലാ CPM-ന്റെ ഈ കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് സമരം. ഇന്നവിടെ മറ്റൊരു സംഗമം നടക്കുക, പ്രതിഷേധ സംഗമം. എല്ലാ പ്രതിഷേധ സംഗമം മനോജ് വധക്കേസ് അന്വേഷിക്കുന്ന CBI-ക്കെതിരെ ഇന്ന് പയ്യന്നൂരിൽ അതേ ഗ്രൗണ്ട് CBI അന്വേഷിക്കണം എന്ന് ബോർഡ് വെച്ച് CPM സമരം നടത്തുന്ന പന്തലിന്റെ മറുഭാഗത്ത് CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ബോർഡ് വന്നിരിക്കുന്നു. മനോജ് വധക്കേസ് CBI അന്വേഷിക്കേണ്ട, CBI രാഷ്ട്രീയപരമായി CBI ഞങ്ങളെ ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞ് CBI-ക്കെതിരെയുള്ള സമരവും നടത്തുന്നു.